ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പെറ്റുപിടിക്ക് വരുന്ന എലികളെയെല്ലാം വീട്ടിൽ നിന്ന് വീട്ടിലെ പരിസരങ്ങളിൽ നിന്ന് തുരത്താൻ ഈ ഒരു സൂത്രം മാത്രം മതി. ഈ ഒരു മീൻ തലയുണ്ടെങ്കിൽ വീട്ടിൽ പെറ്റുപിടിക്ക് വരുന്ന എലികളെല്ലാം വീട്ടിൽ നിന്ന് വീട്ടിലെ പരിസരങ്ങളിൽ നിന്ന് തല തെറിച്ചോടും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഒരു പഴയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ അധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങളുണ്ടെങ്കിൽ എടുക്കുക, പിന്നെ അത് യൂസ് ചെയ്യരുത്. ഇതിനായിട്ട് മാത്രം എടുക്കുക. പിന്നെ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഡേറ്റ് കഴിഞ്ഞ ഗുളികകൾ കാണുമല്ലോ. പാരസെറ്റാമോളിൻ്റെ ഗുളിക ഉണ്ടെങ്കിൽ ഭയങ്കര അടിശല്യമാണെങ്കിൽ 2 ഗുളിക എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗുളികയാണ് എടുത്തിരിക്കുന്നത്. ഒരു പെരിച്ചാഴിയും നമ്മുടെ വീടിൻ്റെ പരിസരം മുഴുവൻ കൃഷി ചെയ്തിട്ടൊക്കെ എല്ലാം മാന്തി മറിച്ചിട്ടുണ്ടായിരുന്നു. 6ന്റെ തീരം കൂടെ ആകുമ്പോഴത്തേക്ക് എലിശല്യമൊക്കെ ഭയങ്കര കൂടുതലാണ്. ചുണ്ടലി ശല്യമൊക്കെ കൂടുതലാണ്. പിന്നെ നമുക്ക് ആ ഗുളികയൊന്ന് പൊടിച്ചിടണം. ഡേറ്റ് കഴിഞ്ഞ ഗുളിക ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ നല്ല ഗുളിക ഉണ്ടെങ്കിലും എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഇതിനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് കുറച്ച് നെയ്യാണ് കേട്ടോ. നമ്മൾ ഈ നെയ്യുടെ സ്മെല്ല് അടിച്ചിട്ട് എലികൾ വന്ന് അത് എടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് അടിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ മീനിൻ്റെ തലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മീനിൻ്റെ തലയൊക്കെ നമ്മൾ കൊണ്ട് കളയുമ്പോഴത്തേക്കും ഇത് പുള്ളു എലികളൊക്കെ നശിപ്പിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് വേണം ഇത് വെച്ച് കൊടുക്കാനും കൂടെ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അതുങ്ങളെല്ലാം പിടിച്ചിട്ടതിന് ശേഷം വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ പാരസെറ്റാമോളിൻ്റെ ആ മിക്സ് ഇതേ രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. തലയ്ക്ക് ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ദശഭാഗം കഴിക്കാൻ വേണ്ടിയിട്ട് എലികളെല്ലാം വരുന്നതാണ് ഉറപ്പാണ്. പെരിച്ചാടികളൊക്കെ ഇത് എടുക്കുന്ന ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൃഷികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നശിപ്പിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വാഴയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളും വലിയ ഹോളൊക്കെ ആക്കി വെക്കും അല്ലേ, ഭയങ്കര ഹോളാക്കി വെക്കും. അവിടെ എല്ലാം ഇത് കൊണ്ടുവന്ന് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഫുള്ളും ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മീൻ തലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് മീനാണോ ഉള്ളത് അതിൻ്റെ തല എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അത് എടുത്തതിന് ശേഷം ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ വീടിന് പിറകു ആറ്റിൻ്റെ തീരമാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പാമ്പാണെങ്കിൽ എല്ലാം കയറി ഒത്തിരി കയറി വരുന്നുണ്ട്. നമ്മുടെ പരിസരങ്ങളിലെല്ലാം കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ പാമ്പിൻ്റെ ശല്യമൊക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾ പാമ്പുകളെ ദ്രോഹിക്കുകയൊന്നും ചെയ്യരുത്. പകരം കുറച്ച് ഹാർപ്പിക്ക് വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം 2 വെളുത്തുള്ളിയുടെ ചതച്ച് ആ പരിസരങ്ങളിലെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. വീട്ടിൻ്റെ പരിസരത്തോട്ടേ വരത്തില്ല, അതങ്ങ് പൊക്കോളും. അപ്പോൾ ഞാൻ ഇത് കൊണ്ടുവയ്ക്കുന്ന എലിയുടെ ശല്യം ഇത് കണ്ട് നമ്മുടെ കൃഷിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ എല്ലാ എലിയും മാളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ എലിമാളത്തിൻ്റെ ഇവിടെ ഇത് കണ്ടില്ലേ, ഇതൊരു ഗുഹ പോലെയാണ്. ഇന്നത്തെ കൈയൊന്നും ഇവിടെ ഒന്നും ചെയ്യരുത്. സന്ധ്യാസമയങ്ങളിൽ വെച്ച് കൊടുക്കുക. ഞാൻ അപ്പോൾ ഇത് ഇന്ന് ഇതുപോലെ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടേ ഒരു ഗുഹയുള്ളടുത്ത് അവിടെയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഹോളാണ്, വലിയൊരു ഹോൾ, എലിമാളമാണത്. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എലികൾ രാത്രി വന്ന് അതെടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വീടിൻ്റെ പരിസരത്ത് ഇത് കഴിച്ചിട്ട് ഇത് വീടിൻ്റെ പരിസരത്തു നിന്ന് പോകുമെന്ന് ഉറപ്പാണ് കേട്ടോ. ഇങ്ങനെ പെരിച്ചാഴി ശല്യമൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് വെക്കണം. പാരസെറ്റാമോളിൻ്റെ ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, പെട്ടെന്ന് തന്നെ പൊക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യ തീരത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.